നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ യോധ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്താട്ടോ. സ്വയംഭൂനാഥ് എന്ന് പറയും. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപവും കുറേ ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സെക്കൻഡ് ബുദ്ധയൊക്കെയാണ് ഇട്ടത്. സെക്കൻഡ് ബുദ്ധയുടെ ഒക്കെ ഒരു സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വഴിയരികിൽ നമുക്ക് ഇതുപോലെ കുറേ കച്ചവടക്കാരെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ രാവിലെയാണ് ഇവിടുത്തെ മാർക്കറ്റ് വലിയ സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പോൾ രാവിലെ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടാവും. ഇവിടേക്ക് പോകാൻ വേണ്ടി പല വഴികളുണ്ട് കേട്ടോ. ഇത് ഞാനൊരു ആരും പോകാത്തൊരു വഴിയിലാണ് പോകുന്നത്. മെയിൻ വഴി വേറെ ഉണ്ട്. നമുക്ക് ആ വഴിയിലേക്ക് ലാസ്റ്റ് പോകാം കേട്ടോ. അവിടെയാണ് നമ്മൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. ഇതല്ലാത്തൊരു വേറെ സ്റ്റെപ്പ് കയറി പോയുള്ള വഴിയാണ്. വഴിയിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടെമ്പിൾസൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇഷ്ടം പോലെ കുരങ്ങുകളുണ്ട് കേട്ടോ. ഈ ഒരു ടെമ്പിളിനൊരു മങ്കി ടെമ്പിൾ എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ. കുരങ്ങന്മാർ അധികം ഉള്ളതുകൊണ്ടായിരിക്കണം. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലുള്ള സ്റ്റെപ്പുകൾ കയറി പോകാനുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലായി കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ സ്റ്റെപ്സാണ് കേട്ടോ. കുറച്ച് വലിയ സ്റ്റെപ്സാണ്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി കേട്ടോ. മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്തൂപങ്ങൾ കുറേ എണ്ണം കാണാൻ പറ്റും. ഇത് കയറി പോകുമ്പോൾ ആ ഒരു സ്ഥലത്തുള്ള ഒരു സ്തൂപം കേട്ടോ. പഴയ കാലത്ത് കൊത്തിവെച്ച ഒരുപാട് ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ബുദ്ധൻ്റെ ചെറിയ 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 കുറേ വർക്കുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. നമുക്കിവിടെ നടന്ന് കണ്ടാൽ തീരില്ല, അതിന് മാത്രമുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ പുറത്തെവിടെയോ പോയ പോലെയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ടായിരുന്നു. കുറേ ഹിന്ദി സിനിമ കാര്യങ്ങളൊക്കെ. നമ്മുടെ യോധയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. യോധയിലെ കുറേ പാട്ടുകൾ. നേപ്പാളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ബുദ്ധിസ്റ്റുകളുടെ ഒരു എന്താ പറയുക അവരുടെ പ്രാർത്ഥന കേന്ദ്രമാണ് കേട്ടോ ഇത്. ഒരുപാട് ആൾക്കാർ വരും. രാവിലെയൊക്കെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ബുദ്ധൻ്റെ സ്തൂപങ്ങളൊക്കെ നമുക്ക് കണ്ടാലും തീരാത്ത അത്രയുണ്ട് കേട്ടോ. നല്ലൊരു എന്തായാലും മസ്റ്റ് വിസിറ്റായിട്ട് നേപ്പാൾ കാഠ്മണ്ഡുവിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണേണ്ട ഒരു സ്പോട്ടാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുന്നേ ഇത് ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്തൂപ കാര്യങ്ങൾ കാണാം. ഒരുപാട് മൊണാസ്ട്രീസ് കാര്യങ്ങളൊക്കെ ഇതിനോടനുബന്ധിച്ച് ഇതിന് ചുറ്റുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് കാഠ്മണ്ഡു നഗരത്തിൻ്റെ ഫുൾ ഒരു നമുക്ക് പനോരമിക് വ്യൂ കിട്ടും കേട്ടോ. അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെയർ കാഠ്മണ്ഡു നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. കുറേ ആൾക്കാർ രാവിലെ മോർണിംഗ് വാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. നല്ല രസമാണ്. എൻ്റെയർ ടൗൺ നമുക്ക് കാണാൻ പറ്റും. എല്ലാ മൊണാസ്ട്രിയിലും കാണുന്ന പോലെ ഒരുപാട് പ്രയർ വീൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുക. കുരങ്ങന്മാരൊക്കെ അവിടെ കെട്ടിയിട്ടുള്ള ഫ്ലാഗെല്ലാം വെറുതെ കട്ടിച്ച് പറിച്ച് തൂങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കുസൃതിയാണ്.
460 AD ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 13th സെഞ്ച്വറിയിലൊക്കെ ബുദ്ധിസ്റ്റുകളുടെ സ്ഥിരം എന്താ പറയുക അവരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്നത്തെ രാജാവായിട്ടുള്ള മാനദേവയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ മെയിൻ നമ്മുടെ സ്തൂപ കണ്ടതിന് ശേഷം മുകളിലോട്ടുള്ള ഏരിയ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയാണ്. ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഫ്ലാഗുകളൊക്കെ കെട്ടിയിട്ട് ഒരുപാട് സ്തൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നടന്ന് കാണുന്നത് ഒരു പ്രത്യേക വൈബാട്ടോ. ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷെ നമുക്കിങ്ങനെ നടന്ന് കാണാൻ ഒരുപാട് ഏരിയ ഉണ്ട്. ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഉണ്ട്. പിന്നെ അവിടെ കുറേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ഇതുപോലെയുള്ള സ്തൂപങ്ങൾ നമുക്ക് മുക്കിന് മൂലക്കും കാണാൻ പറ്റും. ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു മലേൻ്റെ മുകളിൽ ഒരുപാട് ഏരിയാസ് നിറച്ചും ഇതുപോലെ നമ്മുടെ ഫ്ലാഗൊക്കെ കെട്ടി പ്രയർ ഫ്ലാഗൊക്കെ കെട്ടിയിട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കാഠ്മണ്ഡുവിൽ കണ്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഇതിനകത്തും ചെറിയ ടെമ്പിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ നെയ്വിളക്കൊക്കെ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഇവിടെ നെയ്യും മറ്റേ വിളക്കൊക്കെ ആക്കിയിട്ട് കുറേ ആൾക്കാർ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചില ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അതൊക്കെ അവിടെ സമർപ്പിക്കുന്നത് കണ്ടു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ. നമ്മൾ വന്ന വഴിയിൽ തന്നെയാണ് തിരിച്ചിറങ്ങുന്നത്. എന്നിട്ട് അപ്പുറത്തെ എൻട്രൻസിൽ പോയിട്ട് നമ്മുടെ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വന്ന സെയിം വഴിയിൽ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അതേ സ്റ്റെപ്സ് കേട്ടോ. ഇതാണ് നമ്മുടെ യോധ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. ഈ ഒരു ബുദ്ധൻ്റെ അടുത്ത് വന്നിട്ടാണ് മോഹൻലാൽ പ്രാർത്ഥിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ ബുദ്ധ ഭഗവാനോട്. ആ ഒരു സീനൊക്കെ ഇതാണ്. പിന്നെ നമ്മുടെ ജഗതി ശ്രീകുമാർ ഈ ഒരു സ്റ്റെപ്പിലൊക്കെ നിന്നിട്ടാണ് മറ്റേ ചെക്ക് ഒക്കെ പറയുന്ന ഓർമ്മയില്ലേ. അപ്പോൾ ആ ഒരു സീനൊക്കെ ഈ ഒരു ഇതിനകത്താണ് ഷൂട്ട് ചെയ്തത് കേട്ടോ ഫുള്ള്. അപ്പോൾ ഇതാണ് ബുദ്ധൻ്റെ പ്രതിമ കാര്യങ്ങൾ. നമ്മുടെ സിനിമേൻ്റെ ഭാഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കറക്റ്റ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടത് നാട്ടിൽ നിന്ന് അണ്ണം കൊണ്ടുവന്ന കുറച്ച് ചക്കവർത്തൊക്കെ തിന്ന് ഞാൻ ഇരിക്കും കേട്ടോ. ഇനി അപ്പം നമുക്ക് നേരെ പോകേണ്ടത് പോഖറയിലേക്കാണ്. ഇത് കാഠ്മണ്ഡുവിൽ ഞാൻ ഒഴിഞ്ഞു പോയൊരു സ്ഥലമാണ്. അപ്പോൾ അവൻ വന്നതിന് ശേഷം ഞാൻ അതൊക്കെ കണ്ട് നേരെ പോഖറയിലേക്ക് പോകട്ടോ. പോട്ടി മയമാണ്. പോഖറയിലെ റോഡൊക്കെ ഇങ്ങനെ കേട്ടോ. പോഖറ വരുന്നവരൊക്കെ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വരാൻ. പോഖറ പോയിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മുസ്താങ്ങിലേക്കാണ്. അപ്പോൾ ഇനിയുള്ള മുസ്താങ്ങിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്ന വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ നേരെ പോഖറയിലേക്കാണ്. റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് ഗൈസ്, ഒന്നും പറയണ്ട.